ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഡെഫിനറ്റ്ലി ഈ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ട്, ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് എത്രത്തോളമാണെന്നുള്ളത് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എത്രമാത്രമാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് ഒരു ഒരു പ്രാവശ്യം പോലും അവർ നിങ്ങളോട് കൂടുതലും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തമാവുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഒരു എന്താണ് മാജിക്കൽ എഫക്റ്റ് ആണ്. ഒരു മാജിക്കൽ റിലേഷൻഷിപ്പ് എന്ന് ഒരു പറയാൻ പറ്റുന്ന റിലേഷൻഷിപ്പാണ്. അതായത് എത്രമാത്രം നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയി പോകുന്നു, അത്രമാത്രം നിങ്ങളുടെ സ്നേഹം ത്തിന്റെ ആഴം കൂടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷന് കൂടുതൽ പേർക്കും ആ ഒരു റീസൺ ആയിട്ട് ഇവിടെ കാണുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഈ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരുടെ ഫിനാൻഷ്യൽ ഇംബാലൻസ് സിറ്റുവേഷൻസ് ഒരുപാട് അവർ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ ഒരു ഇഷ്യൂ ആണ് നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷന് കൂടുതൽ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാവുന്നത്. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആണ്. മേ ബി നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ട് പോകാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കഴിയുന്നില്ല. എത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചുവോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം തരാതിരുന്നപ്പോഴോ നിങ്ങൾ ചിന്തിക്കുക വരെ ചെയ്തു ഈ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് ലൈഫിൽ നിന്ന് ഒഴിവാക്കിയാലോ, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയാലോ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. പല പ്രാവശ്യം നിങ്ങൾ ആ ഒരു വാതില് അടച്ച് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. അത്രമാത്രമാണ് നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇവിടെ കാണുന്നത്. അത്രയധികം ആഴത്തിലുള്ളൊരു അറ്റാച്ച്മെന്റ് നിങ്ങൾ തമ്മിലുണ്ട്. ആ ഒരു കെയറിങ് കണക്ഷൻ, അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. മേ ബി അത് സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. അവരുടെ ആ ഒരു സ്നേഹം, കെയർ, അറ്റൻഷൻ എല്ലാം നിങ്ങൾക്ക് വളരെ ആഴത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ വ്യക്തിയുടെ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് നിങ്ങൾ എപ്പോഴോ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സോൾ കണക്ഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള സെപ്പറേഷന് കഴിയുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റിൽ ഈ വ്യക്തി നിങ്ങൾക്കായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് തിരികെ നൽകുമെന്നുള്ളതാണ്. അത്രമാത്രം ഒരു സ്നേഹമാണ് അല്ലെങ്കിൽ ഒരു പ്രണയമാണ് അവർ നിങ്ങൾക്കായിട്ട് അവരുടെ മനസ്സിൽ കരുതിയിട്ടുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തി ഈ ഒരു സാഹചര്യം എല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് തിരികെ വരും. ഇപ്പോൾ ഉള്ള ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും. അവരുടെ ജീവിത സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു സമയം അവർക്ക് നിങ്ങൾ കൊടുക്കുക. ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തോട് അവർ ഫൈറ്റ് ചെയ്ത് അവരത് നേരിടുക തന്നെ ചെയ്യും. അത്രയധികം ഏഞ്ചലിക് പവർ ഉള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം സെപ്പറേറ്റഡ് ആയിരുന്നാലും എത്രമാത്രം അകലങ്ങളിലായിരുന്നാൽ പോലും ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു ഏഞ്ചലിക് പവർ അല്ലെങ്കിൽ ആ മാജിക്കൽ പവർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് നോക്കാം. ഗിവ് മീ അനദർ ചാൻസ്. ഓക്കെ, ഈ വ്യക്തിക്ക് ഒരു അവസരം കൂടി നിങ്ങൾ നൽകുമോ എന്ന് നിങ്ങളോട് ചോദിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം സ്റ്റക്ക് ഇൻ മൈ ലൈഫ് വിത്ത് മൈ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അവരുടെ ജീവിതത്തിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ അവർ ഉള്ള വ്യക്തിയാണ്. ആ ഒരു കാര്യത്തിലോട്ട് അവർ സ്റ്റക്കായി പോയിരിക്കുകയാണ് എന്ന് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നു. വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ. ഓക്കെ, അവർ വീണ്ടും നിങ്ങളോട് അത് തന്നെയാണ് ചോദിക്കുന്നത്. ഇനിയും അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? ആൻഡ് ദെൻ ഐ നോ യു മിസ് മീ, ഐ ആം ഇൻകംപ്ലീറ്റ് വിതൗട്ട് യു. നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നു എന്ന് അവർ
തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവര് നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ അവർ ഇൻകംപ്ലീറ്റ് ആണ് എന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നു. ആൻഡ് I can't sleep well because of this separation. Hope you will understand me. Okay. ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നു, അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ആൻഡ് ഐ വോണ്ട് ടു ചേഞ്ച്. ഓക്കെ. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മാറി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ തന്നെ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഐ ആം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. ഓക്കെ. എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലുള്ള ട്രൂത്ത് എന്താണ് എന്ന് നിങ്ങളോട് തുറന്നു പറയാൻ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് I hope the future will bring us together because I love you more than you know. Yes. ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുമെന്ന് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്ന് അവര് നിങ്ങളോട് പറയുകയാണ്. ഓക്കെ. ആൻഡ് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയിറ്റിംഗ് ഫോർ മീ. നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നും അവര് പറയുന്നുണ്ട്. ഐ കാൺട്ട് സീ യു ഇൻ ടീയേഴ്സ് ബിക്കോസ് ഓഫ് മീ. ഓക്കെ. അവര് കാരണം ഒരിക്കലും നിങ്ങൾ കരയാൻ പാടില്ല എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഒരു വെൽവിഷർ ആണ് ഈ വ്യക്തി. ഐ എം മാനിഫെസ്റ്റിംഗ് യു. യെസ്. തീർച്ചയായിട്ടും അവര് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആൻഡ് മൈ ഹാർട്ട് ഈസ് കോളിംഗ് യു. ഓക്കെ. വളരെയധികം റൊമാൻറ്റിക് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും പറയുന്നത്. ആൻഡ് ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ട്ണർ. ഓക്കെ. അവരുടെ ജീവിത പങ്കാളിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ. ആൻഡ് ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ ഡു ലവ് യു. ഓക്കെ. എങ്ങനെയാണ് അവരുടെ സ്നേഹം, അവരുടെ ഉള്ളിലുള്ള സ്നേഹം എത്രത്തോളം ആഴമേറിയതാണ് എന്ന് അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനാവില്ല. പക്ഷെ അവര് അത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആൻഡ് ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം. ഓക്കെ. ഒരു പെർഫെക്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവര് നിങ്ങളെ മീറ്റ് ചെയ്യും. അവര് നിങ്ങളിലേക്ക് തിരികെ എത്തും എന്നാണ് കാണുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന